ഹായ്, നമസ്കാരം. എല്ലാവരും കുറച്ച് ആളുകളൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളു. സെർച്ച് ചെയ്ത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഒത്തിരി കാര്യങ്ങളൊന്നും പറയാനില്ല. എങ്കിലും ഞാൻ കരുമാത്ര ക്ഷേത്രത്തിലെ ഒരു പുസ്തകം വർഷങ്ങൾക്ക് മുമ്പ് എഴുതാൻ തുടങ്ങിയതാണ്. അതിൻ്റെ ഇന്ന് മനുഷ്യ ശരീരത്തിൽ ഒത്തിരി വിഷസംബന്ധമായ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പ്രകൃതി രമണീയമായ ആലപ്പുഴ ജില്ലയിൽ കൈനടി എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൻ്റെ തിലകക്കുറിയായി കരുമാത്ര എന്ന ക്ഷേത്രം കുടികൊള്ളുന്നു. കരുമാത്ര അമ്പലത്തെ പറ്റി പറയുകയാണെങ്കിൽ തലമുറകൾക്ക് മുൻപ് ഉണ്ടായ ഒരു ക്ഷേത്രമാണ്. ക്ഷേത്രമെന്ന് പറയുവാനുപരി നമ്മളെപ്പോലെ ജീവിച്ച് ഒരു വിഷഗുരനായിരുന്നു ഇട്ടിയച്ചെന്നാണ് ഇവിടെ ഇട്ടിയച്ചനെന്നും വിളിക്കാം, വലിയച്ഛനെന്നും വിളിക്കാം, കരുമാത്ര വലിയച്ഛനെന്നും വിളിക്കാം. മനുഷ്യ ശരീരത്ത് ഉണ്ടാകുന്ന വിഷസംബന്ധമായിട്ടും പാമ്പ് കടി, എട്ടുകാല് വിഷം, കൈവശം, അങ്ങനെ മാറാരോഗങ്ങളായിട്ടുള്ള എല്ലാത്തിനുപരി ഈ ക്ഷേത്രത്തിൽ അനേകായിരം ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ വായിക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് ഷെയർ ചെയ്യുകയും ചെയ്യണം. ത്വക്ക് രോഗമായി എന്ത് വിഷസംബന്ധമായ കാര്യങ്ങളുണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിൽ വന്നാൽ മാറുമെന്ന് നിസ്സംശയം പറയാം. കോട്ടയം മെഡിക്കൽ കോളേജ്, അങ്ങനെ മെഡിക്കലിലൊക്കെ പോയി സുഖമാകാതെ ഈ ക്ഷേത്രത്തിൽ വന്ന് മൂന്ന് പഴം, കദളിപ്പഴം ജപിച്ച് കഴിയുമ്പോൾ അമ്പലത്തിൽ നിന്ന് പറയുന്ന ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന വിഷാംശങ്ങളെല്ലാം മാറി പൂർണ്ണ സൗഖ്യം പ്രാപിക്കും. പ്രകൃതി രമണീയമായ ആലപ്പുഴ ജില്ലയിൽ കൈനടി എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ തിലകക്കുറിയായി കരുമാത്ര എന്ന ക്ഷേത്രം കുടികൊള്ളുന്നു. ഇത് എൻ്റെ പുസ്തകത്തിൻ്റെ അർപ്പിതമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു തുളുമ്പി കരുമാത്ര വലിയച്ഛൻ ഭക്ത മനസ്സുകളുടെ വേദനകൾ അറിഞ്ഞു. കരുമാത്ര ഗുരുവിൻ്റെ ശക്തി ചൈതന്യം തൻ്റെ ഭക്തന്മാർക്ക് ചൊരിയുന്ന ഈ ധന്യമുഹൂർത്തത്തിൽ കരുമാത്ര
പി പി മണിയൻ, പി പി എന്ന് വിളിക്കാം, മണിയൻ പി പി മണിയൻ എന്ന് വിളിക്കുക, എന്ത് വേണേലും വിളിക്കാം. വളരെ നാളുകളുടെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് കരുമാത്ര ഗുരുവിൻ്റെ അനുഗ്രഹത്താലും ഈ കീർത്തനങ്ങൾ എഴുതി ഭക്തരിലെത്തിക്കുകയാണ്. ഈ കീർത്തനമാല എഴുതി ഭക്തന്മാരുടെ കീഴിൽ എത്തിക്കുന്ന ഈ അവസരത്തിൽ ഭക്തജനങ്ങൾ എനിക്ക് തരുന്ന എന്ന് പറഞ്ഞാൽ, ഞാനൊരു എളിയ കലാകാരനാണ്. ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുകയും വേദനിക്കുന്ന മനസ്സുകൾക്ക് ആശ്വാസമേകുന്ന തരത്തിൽ ഉള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എന്നെ അറിയുന്നവർക്ക് അറിയാം. ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് ലൈക്ക് കിട്ടുമോ ഷെയർ കിട്ടുമോ അതല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ ഒരു അവസരം ഞാൻ വിനിയോഗിക്കുന്നത്, ഇപ്പോൾ ഇതെൻ്റെ ഒരു 10-20,000 കോപ്പികൾ കഴിഞ്ഞിരിക്കുകയാണ്. ഈ പുസ്തകം ഞാൻ എഴുതി മാതാ അമൃതാനന്ദമയി മഠത്തിൽ കാണിക്കുകയും അമ്മയുടെ ഒരു അവതാരിക കൂടി പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ അവിടെ നിന്ന് ഒരവതാരികയായിട്ട് എഴുതി തന്നിട്ടുള്ളതാകുന്നു. അമ്മയുടെ അവതാരിക ഇങ്ങനെയാണ്: ശ്രീ കരുമാത്ര ഇട്ടിയച്ചൻ്റെ ഭക്തനായ കൈനടി നിവാസിയും പോത്തൻപറമ്പിൽ വീട്ടിൽ ശ്രീ പി പി മണിയപ്പൻ രചിച്ച കരുമാത്ര ഇട്ടിയച്ചൻ്റെ കീർത്തനം വായിക്കുകയും ചൊല്ലിക്കേൾക്കുകയും ചെയ്തു. ഭക്തി നിർഭരമായ ഈ കീർത്തനങ്ങൾ ഉതിർന്നു വീഴുന്നത് ഇങ്ങനെയുള്ള ഭക്തന്മാരിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നും പി പി മണിയപ്പൻ രചിച്ച ഇട്ടിയച്ചൻ്റെ കീർത്തനങ്ങൾ സന്ധ്യാവേളയിൽ ദീപാരാധന സമയത്ത് ഭക്തിയോടുള്ള ഹൃദയത്തോട് ചൊല്ലുന്ന ഭക്തജനങ്ങളുടെ ആദിവ്യാധികൾ രോഗപീഠകൾ എല്ലാം മാറും എന്ന് ഈശ്വരാനുഗ്രഹത്താൽ പറയാം എന്ന് കൂടി. ഇത്ര മനോഹരവും കാതിന് ഇമ്പവുമുള്ള കീർത്തനങ്ങൾ എഴുതുവാൻ ദൈവസഹായത്താൽ മണിയപ്പന് കഴിഞ്ഞത് ഒരു വലിയ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. കറയില്ലാത്ത ദൈവസ്നേഹത്തിന് ഉടമയായതുകൊണ്ട് മാത്രമാണ്. ഭാവിയിൽ ഈ യുവഭക്തനെ ജഗദീശ്വരൻ്റെ കൃപാവരം ചൊരിയണമേ എന്ന പ്രാർത്ഥനയോടെ അർപ്പിക്കട്ടെ. ഭക്തിയോടെ, മാതാ അമൃതാനന്ദമയി, അമൃതപുരി. ഇത് എഴുതി കർക്കിടക മാസത്തിലെ വാവാണ് അവിടുത്തെ ഏറ്റവും പ്രാധാന്യം. നമ്മളെപ്പോലെ ജീവിച്ച വിഷഗുരനായ മാന്ത്രികവും എല്ലാം അഭ്യസിച്ച് 144 അപമൃത്യുക്കളെ മാന്ത്രിവൃത്തിയാൽ കൈവരിച്ചൊരു മഹാമാന്ത്രികനും കൂടിയായിരുന്നു കരുമാത്ര വല്യച്ഛൻ. പുരാണങ്ങൾ, ഐതിഹ്യങ്ങൾ പറയുന്നത് കാലൻ്റെ ഗ്രന്ഥം സ്വയമേ കൈവശമാക്കി അത് പഠിച്ച് ഒരു ഗുരുവായിരുന്നു കരുമാത്ര വല്യച്ഛൻ. അഞ്ചീശ്വരന്മാർ വാഴുന്ന ഈ കൈനടിയിൽ ഈ ഒരു ക്ഷേത്രം ഉള്ളതിനാൽ, ഈ ക്ഷേത്രമെന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ കീർത്തി ഉള്ള ഒരമ്പലം കൂടിയാണ്. ഇന്നത് വലിയ അമ്പലമായി അനേകായിരങ്ങൾ വന്ന്
ചികിത്സ തേടി പോകുന്നു. അപ്പോൾ ആ കരുമാത്ര ഇട്ടിയച്ഛൻ്റെ ഒരു കീർത്തനം കൂടി ചൊല്ലി അല്പം കാര്യം പറഞ്ഞ് നമുക്ക് നിർത്താം. സ്നേഹസ്വരൂപ ജഗന്നാഥ പരീം പവന ശ്രീ ഗുരുവേ നമിക്കുന്നു ഞാൻ. സ്നേഹസ്വരൂപ ജഗന്നാഥ പരീം പവന ശ്രീ ഗുരുവേ നമിക്കുന്നു ഞാൻ. പാദാരവിന്ദങ്ങൾ കണ്ടു തൊഴുവാൻ കരുമാത്ര മണ്ണിൽ എത്തിടുമ്പോൾ അശരണരായ ഭക്തര ഞങ്ങൾ നിൻ അനുഗ്രഹം തേടി വന്നിടുമ്പോൾ അനുഗ്രഹം ചൊരിയും വരദാന തൽപര കരുമാത്ര വാഴും ശ്രീ ഗുരുവേ. ഭക്തി എത്രയുണ്ടോ അത്രയും ട്യൂണും താളവും നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ കിട്ടും. ആനന്ദദായക ആബൽ ബാന്ധവ ആശ്രയമേകൂ ശ്രീ ഗുരുവേ. അവിടുത്തെ നാമങ്ങൾ പാടി പുകഴ്ത്തുന്നു അനുഗ്രഹം ചൊരിയണേ ഗുരുദേവാ. ഈരേഴു ലോകവും നിന്നെ സ്തുതിക്കുന്നു ഇമ്പമോടെന്നെ നീ കാത്തരുളൂ. ഇണ്ടലുണ്ടൻ മനതാരിലെപ്പോഴും ഇമ്പമോടെ നിന്നെ സ്തുതിക്കുന്നു ഞാൻ. ഉണ്മയോടെന്നെ കാത്തരുളേടുവാൻ കരുമാത്ര തന്നിൽ അമരും ഗുരു. ഊഴിയിൽ നിന്റെ അവതാര ലക്ഷ്യം ആർക്കും അറിയുവാൻ സാധ്യമല്ല. ഊഴിയിൽ ഈ ഭൂമിയിൽ എന്തിനായി ജനിച്ചു എന്ന് പറയുവാൻ ആർക്കും സാധ്യമല്ല. ഊനം തെറ്റാതെ നിൻ കീർത്തനം ജപിപ്പൂ ഊനമകറ്റണി തമ്പുരാനീ. അങ്ങനെ കരുമാത്ര വല്യച്ഛൻ്റെ ഭക്തനായ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഈ കാര്യങ്ങൾ സശ്രദ്ധം കേട്ട് മറ്റുള്ള ആളുകളിൽ വേദനകൾ യാതനകൾ അനുഭവിക്കുന്ന മറ്റുള്ള ആളുകൾക്കും കൂടി ഇത് പകർന്നു കൊടുക്കണം എന്നുകൂടിയാണ് എൻ്റെ അപേക്ഷ. കാണുമാറാകണം കാണുമാറാകണം ശ്രീ ഗുരുദേവനെ കാണുമാറാകണം. ശ്രീകരുമാത്രയിൽ വാഴുന്ന ദേവാ ആശ്രയമേകണി തമ്പുരാനീ. ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ തന്ന് ആശ്രയമേകണി തമ്പുരാനീ. രോഗപീഠകളിൽ നിന്നു ഞങ്ങളെ കാത്തുകൊള്ളണമേ ഇട്ടിയച്ച. രോഗങ്ങൾ വന്നുകൂടുമ്പോൾ മാത്രം ഭഗവത് സന്നിധിയിൽ അഭയം പ്രാപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. രോഗം വരുന്നതിന് മുമ്പേ എൻ്റെ ദൈവമേ എനിക്ക് രോഗങ്ങളൊന്നും ഉണ്ടാകരുതേ, എൻ്റെ കുടുംബത്തിലുള്ളവർക്കും എൻ്റെ നാട്ടുകാർക്കും എന്നിൽ ഉള്ള എല്ലാ ജനങ്ങൾക്കും ആയുസ്സും ആരോഗ്യവും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥനയോടു കൂടി നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ മാത്രമാണ് രോഗാദി ദുരിതങ്ങൾ മാറുന്നത്. ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിയുമ്പോൾ പനിക്ക് മരുന്ന് മേടിക്കാൻ നിൽക്കുന്നത് പോലെയാണ്
ക്യാൻസർ വാർഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഒ പിയിൽ ചെന്നാൽ ആളുകളെ കാണുന്നത്. ഇന്ന് ക്യാൻസർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പേടിയില്ലാതെ വന്നിരിക്കുകയാണ്. നമ്മുടെ ദിനചര്യയിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾക്കും നമ്മൾ ശ്വസിക്കുന്ന വായുവും മലിനജലമായ ഈ വെള്ളം ഒക്കെ കുടിക്കുന്ന മൂലം വിഷം മാത്രമാണ് നമ്മളിന്ന് ശ്വസിക്കുകയും കഴിക്കുകയും ചെയ്യുന്നത്. അത് മുഖാന്തരം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അനേകായിരങ്ങൾക്കാണ് ഇന്ന് ക്യാൻസർ രോഗം ബാധിക്കുന്നത്. വിശപ്പില്ലായ്മ, വയറ്റിൽ വേദന, അൾസറാണ്, മറ്റ് അസുഖങ്ങളാണെന്ന് പറഞ്ഞ് ചികിത്സ നടത്തും. ലാസ്റ്റ് മെഡിക്കൽ കോളേജിൽ എൻഡോസ്കോപ്പ് അറിയുമ്പോൾ ആണ് ക്യാൻസറാണെന്ന് അറിയുന്നത്. ജനനമുണ്ടെങ്കിൽ മരണമുണ്ട്, മരണമുണ്ടെങ്കിൽ ജനനമുണ്ട് എന്നാണ് ഹിന്ദു പുരാണങ്ങളിൽ കൂടുതലും പറയുന്നത്. അതുകൊണ്ട് ഈ ആലപ്പുഴ ജില്ലയിൽ കൈനടി എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ കരുമാത്ര അമ്പലം സ്ഥിതി ചെയ്യുന്നു. ഇവിടെ കണ്ടാൽ അറയ്ക്കുന്ന രീതിയിൽ ഭക്തന്മാരും ഭക്തജനങ്ങൾ വന്നു പോകുന്നു. പക്ഷേ 3 കദളിപ്പഴം ജപിച്ച് കഴിച്ചു കഴിയുമ്പോൾ അവർ പറയുന്ന വെള്ളം ദേഹത്തൊഴിച്ച് കഴിയുമ്പോൾ തൊട്ടാവാടി, അരിവേപ്പ്, പച്ചമഞ്ഞൾ എന്നൊക്കെ ഉപയോഗിച്ച് വെള്ളം തിളപ്പിച്ച് ശരീരത്ത് പിടിച്ചു കഴിയുമ്പോൾ അവിടുന്ന് തരുന്ന, അവിടെ ഉണ്ടാക്കുന്ന ഇട്ടിയച്ചൻ്റെ അനുഗ്രഹത്താൽ തരുന്ന ഭസ്മവും പുണ്യാഹവും കഴിച്ച് ഒത്തിരി ജനങ്ങൾ ഇവിടുന്ന് കഴിഞ്ഞു പോകുന്നുണ്ട്. അതറിയാത്തവർ കൂടി അറിയുക. പ്രത്യേക പ്രതിഫലമോ ഒന്നും അമ്പലത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നമ്മളിലുള്ള വഴിപാടുകൾ ചെയ്ത് അവർ പറയുന്ന അമ്പലത്തിലെ തിരുമേനിമാർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയാൽ, പഥ്യം ശ്രദ്ധിച്ചു പോയാൽ എട്ടുകാലി, കൈവിഷം, അങ്ങനെ മാരകമായ പാമ്പ് വിഷങ്ങൾ എല്ലാം മാറും. മനുഷ്യരാശിയുടെ ഉന്നമനത്തിന് വേണ്ടി ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് ശരീരത്തൊരു ചൊറിച്ചിലുണ്ടായാൽ ഉടനെ സ്കിന്നിൻ്റെ ഡോക്ടറെ പോയി കണ്ട് അവിടെ നിന്ന് കുറേ മരുന്ന് വാങ്ങിക്കഴിച്ച് പിന്നെ അത് കൂടി പിന്നെ കുറഞ്ഞ് അങ്ങനെ ലാസ്റ്റ് എവിടെ ചെന്നാലാണ് ഇത് തീരുന്നതെന്ന് തിരക്ക് നടക്കുമ്പോഴാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ഇടുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ എളിയ വീഡിയോ കണ്ട് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് എൻ്റെ സജ്ജനങ്ങൾ നല്ല ആയുസ്സും ആരോഗ്യത്തോടും കൂടി ജീവിക്കണം എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മൾക്ക് വീണ്ടും കാണാം. നമസ്തേ.